ജൂപ്പിറ്റർ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൃത്യം 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ATM കാർഡ് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു കൊറിയർ സർവീസ് വഴിയാണ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതുപോലെ ഫോൺ വിളിച്ചിട്ടാണ് ഈ കാർഡ് നമുക്ക് വീട്ടിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കാർഡ് വളരെ ഫെഡറൽ ബാങ്കിൻ്റെ പേരൊക്കെ ബാക്കിലുണ്ട്, ജൂപ്പിറ്റർ എന്ന് മുൻവശത്തുണ്ട്. പുറത്തൊരു പ്ലാസ്റ്റിക് കവർ കോട്ടിങ്ങിൽ മഴയെന്ന് വെള്ളമൊന്നും നനഞ്ഞാൽ കേടുപറ്റാത്ത രീതിയിലാണ് അവർ തന്നത്. അപ്പോൾ ഞാനത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് ഈ കാർഡൊന്ന് ഓപ്പൺ ചെയ്യാം, അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ കാർഡ് ബാക്കിൽ നിന്നും വളരെയധികം നല്ലൊരു പാക്കിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അത് ഓപ്പൺ ചെയ്യുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളിതുപോലെ ഇങ്ങനെ തുറന്നാൽ മതിയാവും. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം ഒരു പേപ്പറാണ്. ഈ പേപ്പറിനകത്താണ് നമുക്ക് ഉള്ള ATM കാർഡ് ഉള്ളതെന്ന് തോന്നുന്നു. ഞാനിവിടെ തുറന്ന് നോക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പേര് ഡീറ്റെയിൽ എല്ലാം ഫസ്റ്റ് തന്നെ ഈ പേപ്പറിൽ കാണാം. അപ്പോൾ കാർഡ് നമുക്ക് തുറക്കാം. തുറക്കുമ്പോൾ ഇതൊരു ഫസ്റ്റ് ഒരു സ്റ്റിക്കറാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇതായിരിപ്പുണ്ട്, കാർഡ് കിട്ടിയിട്ടുണ്ട്. മനോഹരമായ കളറിലുള്ളൊരു കാർഡാണ്. ഈ കാർഡിനെ സംബന്ധിച്ച് അതിൽ പുറം വശത്തൊന്നും എഴുതിയിട്ടില്ല. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. കാർഡിൻ്റെ പിൻവശത്താണ് കാർഡിൻ്റെ നമ്പരും CVV നമ്പർ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. വിസ എന്ന് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ വിസ കാർഡാണ്. ജൂപ്പിറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇത് ജൂപ്പിറ്റർ അക്കൗണ്ടിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി അവർ നൽകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാർഡ് എങ്ങനെയാണ് ATM പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതെന്നും ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ATM മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുന്നതിനുള്ള ATM പിൻ നമ്പർ റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോൺ ആദ്യം ഓപ്പൺ ചെയ്യാം. നമുക്ക് നേരെ ഫോൺ സ്ക്രീന് നോക്കാം. ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജൂപ്പിറ്റർ അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം. ഞാനിത് ഇവിടെ കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ വലത് സൈഡിൽ നിന്ന് രണ്ടാമത് ഡെബിറ്റ് കാർഡിൻ്റെ ഒരു സിമ്പൽ കാണാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഡെബിറ്റ് കാർഡ് എന്ന് മുകളിലുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഏതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്ക് എത്താം. ഇവിടെ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ATM കാർഡിൻ്റെ അതേ രീതിയിലുള്ളൊരു വെർച്വൽ ATM കാർഡ് നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ATM കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഓൺലൈൻ പർച്ചേസിനും നമുക്ക് റിവാർഡ്സ് പോയിൻ്റ് കിട്ടും. അത് പിന്നെ നമുക്ക് വരുന്ന ഓട്ടോ പേയിന് 50% റിവാർഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ATM കൗണ്ടർ മെഷീനിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പൈസ പിൻവലിക്കാം. അതുപോലെ മറ്റുള്ളതിൽ ATM മെഷീനിൽ നിന്നാണെങ്കിൽ 5 എണ്ണവും വലിക്കാം. ഇതിനൊന്നും യാതൊരു വിധമായ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല. 5-ൽ കൂടുതൽ മറ്റേതെങ്കിലും ബാങ്കിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചാർജ് ഉണ്ടാവും. ഇത്രയുമാണ് അതിനെപ്പറ്റിയുള്ളത്. ഇനി നമുക്കിങ്ങനെ കാർഡ് സ്വൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാർഡിൻ്റെ CVV നമ്പരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാർഡ് ഇനി എങ്ങനെയാണ് അതിൻ്റെ ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നതെന്നുള്ള ATM പിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ഇവിടെ താഴെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞതും ATM വിഡ്രോവൽ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇത് രണ്ടും നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ATM കാർഡും, അതായത് ഓൺലൈൻ സാധനങ്ങൾ വാങ്ങാനും ATM മെഷീനിൽ നിന്ന് പൈസ പിൻവലിക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ATM പിൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് താഴെയായിട്ട് അഡ്വാൻസ്ഡ് കാർഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ റീസെറ്റ് പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഈ റീസെറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലെറ്റ്സ് ക്രിയേറ്റ് എ ഡെബിറ്റ് കാർഡ് പിൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 4 നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു 4 പിൻ നമ്പർ, അതായത് ATM മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുന്നതിനുള്ള 4 പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. ഈ പിൻ നമ്പർ നമ്മൾ മറന്നു പോവാതിരിക്കുക. അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുന്നതിന് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യേണ്ടി വരും. പിൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ 111 അല്ലെങ്കിൽ 00 അങ്ങനെയുള്ള ടൈപ്പ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും വെറൈറ്റി ആയിട്ട് 4 പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക.
അത് കഴിഞ്ഞ് വീണ്ടും റീ എൻ്റർ ഡെബിറ്റ് കാർഡ് പിൻ നമ്പർ എന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് അതേ നമ്പർ തന്നെ അടിക്കാൻ ഒരിക്കൽ കൂടെ വരും. അതായത് നമ്മൾ ആദ്യം അടിച്ച നമ്പർ മറന്നു പോവാതെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതും അതേ പിൻ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ പിൻ റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നമ്മുടെ ഇനി ഈ പിൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാർഡുമായിട്ട് ഏതെങ്കിലും ATM മെഷീനിൽ പോയിട്ട് പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് പൈസ പിൻവലിക്കാൻ പറ്റും. ഇനി പിൻ നമ്പർ മറന്നുപോയാൽ വീണ്ടും നമുക്ക് ഈ റീസെറ്റ് പിൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ പിൻ നമ്പർ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കുള്ളത് മാനേജ് ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് മാനേജ് ഡേ ലിമിറ്റ് എന്ന് പറഞ്ഞത്, ഇത് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് ഒരു ദിവസം ATM മെഷീനിൽ നിന്നും കൊമേഴ്സ് സ്ഥാപനത്തിൽ നിങ്ങൾ എത്ര രൂപ പിൻവലിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് ഒരു ദിവസം 3 ലക്ഷം രൂപ വരെ പരമാവധി നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ദിവസം നമുക്ക് 3 ലക്ഷം രൂപ വരെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. ഞാനത് 50,000 കുറച്ചു. അടുത്ത് വരുന്നത് ATM പിൻവലിക്കലാണ്. ATM നിന്നും പൈസ എടുക്കുന്നത് പരമാവധി ഒരു ദിവസം 50,000 രൂപ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഭാവിയിൽ ഇത് 1 ലക്ഷം രൂപ വരെ ഉയർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് കുറയ്ക്കുവാൻ പറ്റും, കൂട്ടുവാൻ 50,000 രൂപ വരെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും കടകളിൽ പോയി നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് 3 ലക്ഷം രൂപ വരെ പറ്റുന്നതാണ്. അപ്പോൾ അത് വേണം നമുക്ക് കുറച്ച് വയ്ക്കാം, പരമാവധി 3 ലക്ഷം വരെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ATM മെഷീനിൽ കാർഡ് ഉപയോഗിക്കുന്ന 50,000വും കടകളിൽ പോയി കാർഡ് ഉപയോഗിക്കുന്നത് 3 ലക്ഷം വരെയും പറ്റും. അടുത്ത് വരുന്നത് കോൺടാക്റ്റ്ലെസ് പേയ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ കയ്യിലുള്ള ATM കാർഡ് അതിൻ്റെ പിൻ നമ്പറൊന്നും അടിക്കാതെ കാർഡ് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ കാർഡിൽ കാണിച്ചിട്ട് നമുക്ക് 3 ലക്ഷം രൂപ വരെ പരമാവധി പിൻവലിക്കാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഇൻ്റർനാഷണലാണ്. വിദേശത്ത് ആണ് നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് എത്ര, അതായത് വിദേശ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് എത്ര രൂപ പൈസ പിൻവലിക്കാം. വിദേശത്തുള്ള ATM മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുന്നത് 50,000 രൂപ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളത് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടുള്ള തട്ടിപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളത് ഓഫ് ചെയ്ത് വയ്ക്കുകയും ലിമിറ്റ് ചെയ്ത് കുറച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ മാക്സിമം വയ്ക്കാനും പറ്റും. ഇനി ഇതും ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റാണ്. അത് 3 ലക്ഷം രൂപ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിദേശത്തുള്ള കടകളിൽ നിന്നും അത് നമുക്ക് വേണേൽ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് കാർഡ് ഒരു ദിവസം ഡേ ലിമിറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് ബട്ടൺ വരാം. അത് കഴിഞ്ഞ് വരുന്നത് മാനേജ് ട്രാൻസാക്ഷൻ സെറ്റിംഗ് എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൺ വേണോ ഓഫ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ, ഇത് ഓണായാൽ മാത്രമേ നമുക്ക് ATM നിന്ന് പൈസ പിൻവലിക്കാനും ബാക്കിയുള്ള കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളത് ഓൺ ചെയ്യുക. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ATM കാർഡ് ആക്ടിവേഷനായി. ഇനി നമുക്ക് ATM പൈസ പിൻവലിക്കാനൊക്കെ പറ്റും. ഇനി കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഏറ്റവും താഴെയുള്ള ബ്ലോക്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാർഡ് വേണേൽ ബ്ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് കാർഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വയ്ക്കാനും സ്ലീപ്പ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വലത് സൈഡ് മുകളിൽ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ATM കാർഡ് സംബന്ധിച്ച് വരുന്നത്. ATM കാർഡിൻ്റെ പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജൂപ്പിറ്റർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ എല്ലാം വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.